സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർ ആണ്. അതായത് വൺസ് എ പ്രോബ്ലം ഈസ് ഡിഫൈൻഡ്, ഡാറ്റ ഈസ് കളക്റ്റഡ് ടു ക്വാണ്ടിഫൈ ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ്. ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കണ്ടന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. 2 ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഏതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് കടന്നു വരുന്നവർ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള 2 കണ്ടന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ 6 സിഗ്മ. അതായത് ഇതൊരു ഹെൽത്ത് കെയറിൽ മാത്രമുള്ളതാണെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. ഒരുപാട് കമ്പനീസ്, ഇപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൽ സക്സസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഈ ഒരു 6 സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹെൽത്ത് കെയറിൽ എങ്ങനെയല്ല നമുക്കിത് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇനീഷ്യലി നിങ്ങളൊരു ഹോസ്പിറ്റൽ വർക്കിന് കയറുമ്പോൾ നിങ്ങൾക്കിത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നില്ല എങ്കിൽ പോലും ഫ്യൂച്ചറിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൻ്റെ CEO അല്ലെങ്കിൽ ഒരു അഡ്മിൻ, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ പ്ലാൻ ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്തു, അതിൽ കുറച്ച് നിങ്ങൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ വന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ട് നല്ല ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എവിടേക്കാണ് നമുക്ക് ഒരു തെറ്റുപറ്റി പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിനുവേണ്ടി പുതിയ നമുക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു മെത്തേഡാണ്. അതിനുവേണ്ടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി 6 സിഗ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ഹെൽത്ത് കെയർ ഫീൽഡിൽ മാത്രമുള്ളതല്ല, ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആയവരാണ്. സോ നമുക്ക് എന്താണ് ഇതെങ്ങനെയൊക്കെയാണ് ഒറിജിൻ ചെയ്തത്, അതുപോലെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ഏതെല്ലാം സ്റ്റെപ്പിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. Okay, the term 6 sigma refers to a statistical measure of how far a process deviates from perfection. A process that operates at 6 sigma has a failure rate of only 0.00034%, which means it produces virtually no defects. അതായത് 6 സിഗ്മ എന്ന് പറഞ്ഞത് എവിടെ വെച്ചിട്ടാണ് നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ഫേം റൺ ചെയ്യുന്ന ടൈമിൽ, ഇപ്പോൾ ഹോസ്പിറ്റലായാലും അത് നമ്മൾ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എവിടെ വെച്ചിട്ടാണ് അതിൻ്റെ പെർഫെക്ഷൻ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് പ്ലാൻ ഉണ്ടാവും, ഈ പ്ലാൻ വെച്ചിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റലായിക്കോട്ടെ ഏത് കമ്പനിയാണെങ്കിലും നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയോ വെച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലാനിൽ നിന്ന്. അപ്പോൾ അത് എവിടെ വെച്ചിട്ടാണ്, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ നമുക്ക് എന്ത് പറ്റും, ഈ ഒരു 6 സിഗ്മ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിന് കുറച്ച് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റേറ്റ്സും കാര്യങ്ങളും വെച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.00034% താഴെയാണെങ്കിൽ ദാറ്റ് മീൻസ് നോ ഡിഫക്ട്സ്. അതായത് പ്രത്യക്ഷത്തിൽ അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് എന്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്, വേറെ ഇഷ്യൂസ് ഒന്നും നമുക്കവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി 0.00034% മുകളിലാണ് റേറ്റ് വരുന്നതെങ്കിൽ ദർ ഈസ് എ ഡിഫക്റ്റ്. അവിടെ എന്തുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും എവിടെ എന്തൊക്കെയോ ഒരു വശവശക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഇതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. സോ നമ്മുടെ പ്ലാൻ പോലെയല്ല ഇതിപ്പോൾ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, ബേസിക്കലി ഇത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു 6 സിഗ്മ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എങ്ങനെയാണ് 6 സിഗ്മ വന്നത്, അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കുറേ കമ്പനീസ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് സക്സസ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. 6 സിഗ്മ വാസ് ഡെവലപ്ഡ് ബൈ മോട്ടറോള ഇൻ ദ 1980s ആദ്യമായിട്ട് എന്ത് 6 സിഗ്മ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് സിൻസ് ബീൻ അഡോപ്റ്റഡ് ബൈ മെനി അതർ കമ്പനീസ് അറൗണ്ട് ദി വേൾഡ് ഇൻക്ലൂഡിങ് ജനറൽ ഇലക്ട്രിക്, ടൊയോട്ട ആൻഡ് ആമസോൺ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ടൊയോട്ട, ആമസോൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു വേൾഡിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനീസാണ്. അപ്പോൾ ഇവർ മുതൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് ഇവരുടെ ഡിഫക്ട്സ് കണ്ടെത്താൻ പറ്റിയതും പിന്നീട് അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയതും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് used in industries such as manufacturing, healthcare, finance and service industries to improve customer satisfaction, reduce cost and increase പ്രോഫിറ്റ്സ്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 6 സിഗ്മ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നവരാണ് പേഷ്യൻസ് ആണ്. അതായത് പേഷ്യൻസിന് ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അഡ്മിൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാനേജ്മെൻറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പേഷ്യൻ്റ് ആണ് അവിടുത്തെ കസ്റ്റമർ.
സോ ഈ പേഷ്യൻറ്റിന് ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, പേഷ്യൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം എൻഡ് ഓഫ് ദ ഡേ ഇവരുടെ എയിം എന്ന് പറയുന്നത്. അപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും. ദെൻ റെഡ്യൂസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ദിവസേന നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് കോസ്റ്റ്, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, പെട്ടെന്ന് തീരുന്നു. അതെന്താ, പ്രോപ്പറായിട്ട് അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ വരുന്നതുകൊണ്ട്, അതായത് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് കസ്റ്റമേഴ്സിന്, നമ്മുടെ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് അവിടെ ഡേ ടു ഡേ വർക്ക് ഫ്ലോ സ്മൂത്താക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തുവഴി അച്ചീവ് ചെയ്യാൻ സാധിക്കും, ഈ 6 സിഗ്മ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടൊയോട്ട, ആമസോൺ പോലുള്ള കമ്പനീസ്, അതുപോലെ മാനുഫാക്ചറിങ് കമ്പനീസ്, ഹെൽത്ത് കെയർ, ഫിനാൻസ്, അതുപോലെ സർവീസ് ഇൻഡസ്ട്രീസ് എല്ലാം വൺസ് ഇവരുടെ പ്ലാനിൽ നിന്ന് ഇവർ ഡീവിയേറ്റ് ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഓക്കെ ആയിട്ടല്ല നമ്മുടെ ഈ ഒരു പ്ലാൻ, നമ്മുടെ ഈ വർക്കിംഗ് കൾച്ചർ പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് മിക്ക കമ്പനീസും അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് 6 സിഗ്മ. അത് ഡെവലപ്പായി വരുന്നത് 1980s. 6 Sigma is a systematic methodology focused on improving processes by reducing defects and variations. In healthcare, it aims to enhance patient outcomes, increase efficiency, and reduce cost. Here is a detailed explanation of 6 Sigma in healthcare. ഇനി ഹെൽത്ത് കെയറിലേക്ക് വരുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്, ഇംപ്രൂവിങ് പ്രോസസ്സസ് ബൈ റെഡ്യൂസിങ് ഡിഫക്ട്സ് ആൻഡ് വേരിയേഷൻസ്. ഒരു ഡേയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ദിവസേനയുള്ള പ്രവർത്തനങ്ങളിൽ ഇംപ്രൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യാണ്. അതായത് ഏതെല്ലാം ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം, അങ്ങനെ ആ ഒരു ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഇമ്പ്രൂവ്മെൻ്റ് ആയി കഴിയുമ്പോൾ അതെങ്ങനെ ആ ഒരു ഹെൽത്ത് കെയറിൻ്റെ ഫുള്ളി ഉള്ള വർക്കിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ 6 സിഗ്മ എന്തായിട്ടുണ്ട്, അത് സക്സസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഡിഫക്ട്സും വേരിയേഷനും നമ്മൾ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യണം. എങ്ങനെ, ഫോക്കസിങ് ഇംപ്രൂവിങ് പ്രോസസ്സ്, ഡേ ടു ഡേ ഉള്ള പ്രോസസ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിലുള്ള എന്തെങ്കിലും റോങ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സോ അതെല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്ത് ആ വരുന്ന ഡിഫക്ട്സിനെയും വേരിയേഷൻസിനെയും നമ്മൾ ഫൈൻഡ് ചെയ്ത് അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 6 സിഗ്മ മെത്തേഡ് സക്സസ് ആക്കി എടുക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇനി ഇതിന് മെയിനായിട്ട് വരുന്നത് 6 സ്റ്റെപ്പ് വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടുപിടിച്ചു ഇങ്ങനത്തെ ഒരു വേരിയേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് സ്റ്റെപ്പാണ്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ഒരു 6 സ്റ്റെപ്പാണ് ഈ ഒരു 6 സിഗ്മ മെത്തേഡിൽ ഉള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫൈൻ ആണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ് ഡിഫൈനിങ് ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെൻറ്റ്. This could be reducing medication errors, improving patient wait times or enhancing surgical outcomes. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ടോക്കണൊക്കെ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ രാവിലെ പോയി നമുക്ക് ഫസ്റ്റ് ടോക്കൺ കിട്ടിയിട്ട് ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കാണാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്താം. ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തുണ്ട്, സ്കൂളിൽ പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകണം. അപ്പോൾ നിങ്ങൾ ഒരു ഹാഫ് ഡേ ലീവൊക്കെ എടുത്ത് നിങ്ങൾ വന്നു, ഒരു ഹോസ്പിറ്റലിൽ വന്ന് ടോക്കൺ എടുത്തു, വെയിറ്റിംഗ് ഫോർ ഡോക്ടർ. നിങ്ങൾ ഡോക്ടർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. ആൻഡ് ഡോക്ടർ ഒരു 10 മണിക്കാണ് വരുന്നത്, നിങ്ങളൊരു 9 മണിക്കോടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ 10 മണിക്ക് വന്നു, നിങ്ങൾക്ക് കിട്ടിയതൊരു 8ാമത്തെ ടോക്കണാണെന്ന് വിചാരിക്കുക. ഡോക്ടർ വന്നു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് നമുക്കറിയാം ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ അയാളോട് ECG എടുക്കാൻ പറഞ്ഞു. പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ECG എടുക്കാൻ പോയി. നെക്സ്റ്റ് വന്ന് ആളോട് എക്കോ എടുക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് വന്ന് ആളോട് വേറൊരു ഡ്രിപ്പ് ഇടാൻ പറഞ്ഞു. ആൾ ഓക്കെ അല്ല, അപ്പോൾ ആൾക്ക് കൊടുത്തു. അപ്പോൾ ഇവർ ഫസ്റ്റ് 2-3 തന്നെ പ്രൊസീജിയേഴ്സ് പോയി. ഇൻ ബിറ്റ്വീൻ 4-5 നോക്കുന്നതിനിടയ്ക്ക് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് റിപ്പോർട്ട് കാണിക്കാൻ വരുന്നു. പിന്നെ എമർജൻസി കേസസ് വരുന്ന ഡോക്ടർ പെട്ടെന്ന് OT പോകുന്നു, ഡോക്ടർ തിരിച്ചു വരുന്നു. അല്ലേ, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഫുൾ അവിടെ ഫ്ലോപ്പായി. നിങ്ങളൊരു 12 മണിക്ക് മുമ്പെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി 1 മണിക്ക് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ജോബിന് കയറാം എന്ന് വിചാരിച്ച് ആഫ്റ്റർ എടുത്ത് വന്ന് നിങ്ങൾ ഡോക്ടറെ കാണുന്നത് തന്നെ 2 മണിക്കാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ ജോലിക്കോ അല്ലേ? അപ്പോൾ അവിടെ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളെപ്പോലുള്ള ഓരോ പേഷ്യൻസും അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ അവരുടെ ടൈമാണ് അവിടെ പോകുന്നത്. ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ടൈം എന്ന് പറയുന്നതാണ് അവൻ്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനം. അപ്പോൾ അത് ഒരു ഹോസ്പിറ്റലിൽ ഒരു മോർണിംഗ് 9 തൊട്ട് 2 വരെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ
ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്, ക്ഷമ വേണം, എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഓൾറെഡി നമുക്ക് എന്താണ് ഫിസിക്കലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം സഹിച്ച് നമ്മളൊരു ഹോസ്പിറ്റൽ വെയിറ്റിംഗ് ഏരിയയിൽ അത്രയും നേരം ഇരുന്നിട്ട് നമ്മൾ പോകാമെന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളൊന്ന് രണ്ടാമതൊന്ന് ആലോചിക്കും, പോകണോ വേണ്ട, അതിനും ഭേദം അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം പോകും ഇല്ലേ, അങ്ങനെ നമുക്ക് മടുപ്പ് തോന്നും. ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നവർക്കും ഇതറിയാം. ഈ പേഷ്യൻ്റ് ഈ സമയത്ത് വന്ന് രജിസ്റ്റർ ചെയ്ത ആളാണ്, പക്ഷെ ഡോക്ടറെ കണ്ട് പോയിരിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. അതിനിടയ്ക്ക് നമ്മൾ തന്നെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവരോട് ചോദിക്കും, റിസപ്ഷനിലും ഒക്കെ നമ്മൾ പോയി ചോദിക്കും, വിളിക്കാറായില്ലേന്ന്. ഇല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള നഴ്സിനോട് ചോദിക്കും, ഡോക്ടറിൻ്റെ വിളിക്കാറായില്ലേന്ന്. സോ ഇത് നമുക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റിൽ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിഫക്റ്റും വേരിയേഷൻസ് ഒക്കെ. സോ ഈ ഒരു ഡിഫൈനിൽ ഒരു ഉദ്ദേശിക്കുന്നത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ് ഡിഫൈനിങ് ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതായത് നമ്മൾ കണ്ടുപിടിക്കണം എന്താണ് നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് നമ്മളോട് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക, അത് ഡിഫൈൻ ചെയ്യുക. ദിസ് കുഡ് ബി റെഡ്യൂസിങ് മെഡിക്കേഷൻ എറേഴ്സ്, ഇംപ്രൂവിങ് പേഷ്യൻറ്റ് വെയിറ്റ് ടൈംസ് ഓർ എൻഹാൻസിങ് സർജിക്കൽ ഔട്ട്കംസ്. അതായത് ഇതിൽ നമുക്ക് എന്താവും, മെഡിക്കേഷൻ എറേഴ്സ് ആവാം. അതായത് ഒരു ഡ്യൂട്ടി നേഴ്സ് ഉണ്ട്, ആൾക്ക് ക്യാനുല ഇടാൻ അത്ര പിടുത്തില്ല, ഇട്ടതൊക്കെ പേഷ്യൻസ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അവിടെ വന്ന് കുറേ നേരം ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ഇടുന്നത്. ഇല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എമർജൻസി ആയിട്ട് ചെയ്യുന്നില്ല. അങ്ങനെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ എറേഴ്സും നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഏരിയ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഇംപ്രൂവിങ് പേഷ്യൻറ്റ് വെയിറ്റ് ടൈംസ്. ഈ പേഷ്യൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര ഇഷ്യൂ ആണ്. പേഷ്യൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഒരു OP പോസ്റ്റ് സ്റ്റോപ്പ് പറഞ്ഞാലോ അല്ലെങ്കിൽ പിന്നീട് ഒരു ചെക്കപ്പിന് വിളിക്കുമ്പോൾ അവർ വരാൻ കൂട്ടാക്കുന്നില്ല. അതായത് നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ എണ്ണം ഡേ ബൈ ഡേ കുറഞ്ഞു വരാണ്. അപ്പോൾ അതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ, അവരുടെ ബിസിനസ്സിന് അത് അഫക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പേഷ്യൻസ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് പേഷ്യൻസ് അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യും. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇഷ്യൂ ഡിഫൈൻ ചെയ്യാം. ഓർ എൻഹാൻസിങ് സർജിക്കൽ ഔട്ട്കംസ്. ഇപ്പോൾ സർജറി ഉണ്ടാവുന്ന സമയത്ത് എത്ര സർജറി ഇപ്പോൾ ഫെയിൽ ആവുന്നുണ്ട്, എത്ര സർജറി സക്സസ് ആവുന്നുണ്ട് എന്ന റേറ്റ് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, സർജിക്കൽ ഔട്ട്കംസ് കറക്റ്റ് ആയിട്ടാണോ, അവിടെ എന്തെങ്കിലും ഡിഫക്റ്റോ വേരിയേഷൻസോ സംഭവിക്കുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് വരുന്ന ആളുകൾക്ക് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, അതെന്താ സർജറിയുടെ നമ്പേഴ്സ് എന്താണ് കുറയുന്നത്, അതൊരു പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു കണക്കെടുക്കുക. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കുറഞ്ഞു വരാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുടെ എണ്ണം കുറയാൻ കാരണം, ഇനിയിപ്പോൾ നോർമൽ ഡെലിവറി വരുന്ന എല്ലാവർക്കും സർജറി ചെയ്ത് വിടുന്നുണ്ടോ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡാറ്റ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്കതിന് ചെയ്യാൻ പറ്റും, പിന്നീട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർ ആണ്. അതായത് വൺസ് എ പ്രോബ്ലം ഈസ് ഡിഫൈൻഡ്, ഡാറ്റ ഈസ് കളക്റ്റഡ് ടു ക്വാണ്ടിഫൈ ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ്. This involves identifying key metrics such as patient satisfaction scores, readmission rates or average length of stay. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ചു. ഇനി ഇത് എത്രമാത്രം ഡെപ്ത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. അതായത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ നോക്കാം. അതായത് നമ്മൾ ഫീഡ്ബാക്ക്, സജഷൻ ബോക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ റിവ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊരു മന്ത് തൊട്ടിട്ടാണ് ഒരു പേഷ്യൻറ്റിന് ആണത് സംഭവിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പേഷ്യൻസിന് ഈ ഒരു സെയിം ഇഷ്യൂ, ഈ ഒരു സെയിം ഫീഡ്ബാക്ക് ഉണ്ടോ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതുപോലെ റീഅഡ്മിഷൻ റേറ്റ്സ്. വൺസ് നിങ്ങളൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല, പിന്നെ നിങ്ങൾ പോകുമോ, ഇല്ല. അപ്പോൾ റീഅഡ്മിഷൻ റേറ്റ്സ് നോക്കാം. വൺസ് ഇവിടുന്ന് പോയ ആളുകൾ പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടോ, അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അഡ്മിറ്റ് ആവാൻ വരുന്നുണ്ടോ, അപ്പോൾ അഡ്മിറ്റ് ആവാൻ വരുന്നില്ല, അപ്പോൾ ഇനി അവർ റൂം ഫെസിലിറ്റീസിലാണോ അവർക്ക് ഇഷ്യൂസ് ഉള്ളത്, അപ്പോൾ അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് സ്റ്റേ, ആൾക്കാർ സ്റ്റേ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ആദ്യത്തെ ദിവസം നമ്മൾക്ക് വലിയ ഇത് തോന്നില്ല, രണ്ടാമത്തെ ദിവസം അതിനേക്കാൾ മോശം, മൂന്നാമത്തെ ദിവസം നമ്മൾ പിന്നീട് നിൽക്കും, നമ്മൾ അവിടെ നിന്ന്
നമ്മൾ പറയാറില്ല ആദ്യ ഹോസ്പിറ്റലായിരുന്നു, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊള്ളൂല, അപ്പം ഞാൻ അവിടെ നിന്ന് നെക്സ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ലെങ്ത് ഓഫ് സ്റ്റേ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് സംഭവിച്ച ഈ ഒരു ഡിഫക്റ്റ്, ഇതിൻ്റെ ഡെപ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഒരു മെഷർ, എത്രമാത്രം ഇത് സംഭവിച്ചിട്ടുണ്ട്, ഏത് വ്യാപ്തിയിലാണ് ഇപ്പോൾ ഇത് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ മെഷർ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർ. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസ് ആണ്. അതായത് ഇൻ ദിസ് സ്റ്റേജ് ഡാറ്റ ഈസ് അനലൈസ് ടു ഐഡന്റിഫൈ റൂട്ട് കോസസ് ഓഫ് ഡിഫക്ട്സ് ഓർ വേരിയേഷൻസ് ഇൻ ദ പ്രോസസ്. അതായത് ഇത് അനലൈസ് ചെയ്യുന്നത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് എവിടെയാണ് ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൂൾസ് ലൈക്ക് പാരറ്റോ ചാർട്ട്സ്, കോസ് ആൻഡ് എഫക്ട് ഡയഗ്രംസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസസ് ഹെൽപ്പ് പിൻ പോയിന്റ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതായത് നമ്മളൊരു പ്രോബ്ലം ഡിഫൈൻ ചെയ്തു, അത് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തു, ഇനി ഇത് അനലൈസ് ചെയ്താലാണ് ഏതെല്ലാം ഏരിയാസ് ആണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ചാർട്ട്, ബയോഗ്രഫിക് ബാർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ബാർ ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് ചാർട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, അങ്ങനത്തെ ചാർട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ട്, ഇത് നമ്മൾ ഓരോ ആൾക്കാരുടെയും റിവ്യൂസ്, അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ ഓരോ ആൾക്കാരുടെയും ഇങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും, നമുക്കത് കറക്റ്റായിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പൈ ചാർട്ട്സ്, ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിഗ് വിഷ്വലൈസേഷൻ കിട്ടും. അത് നമ്മുടെ പവർ BI എന്നൊക്കെ പറഞ്ഞ AI ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്കൊരു ബിഗ് പിക്ചറിലേക്ക് ചാർട്ടിലേക്ക് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും എവിടെയാണ് കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രശ്നം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം നമ്മൾ ഫൈൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രീവിയസ് 2 ഇയേഴ്സിലെ പേഷ്യൻസിൻ്റെ ഡാറ്റ എടുത്തു, നമ്മളത് ഈ ഒരു ഇതിലേക്ക് നമ്മളതിൻ്റെ ഇൻപുട്ട് കൊടുത്തു, നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി, ഒരു വലിയ ബാർ റെപ്രസെൻറ്റേഷൻ കിട്ടി, ബാർ ചാർട്ട് റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 2 ഇയേഴ്സിലുണ്ട്, 2021, 22 ഉണ്ട്, 23ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 21-ലെ ഏത് മന്ത് തൊട്ടിട്ടാണ് പേഷ്യൻസ് ഇതിനൊരു കംപ്ലൈൻറ്റ് വരാൻ തുടങ്ങിയത്, ആ കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം ഏത് മന്ത് തൊട്ടിട്ടാണ് പേഷ്യൻസ് വരാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ കൗണ്ട് കുറയാൻ തുടങ്ങിയത്, അതുപോലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആദ്യം ഈ ഡിഫക്റ്റ് സംഭവിച്ചത്, പിന്നീട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് കടന്നു, മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ പേഷ്യൻസ് നിലവിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് എന്താണ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുകൾ വരുന്നുണ്ടോ, നമ്പർ ഓഫ്, ഫോർ എക്സാമ്പിൾ നമുക്ക് കാർഡിയോളജി എടുക്കാം. അപ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ആളുകൾ വരുന്നത് കുറവാണ്, അത് ഏത് മന്ത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ആ ടൈമിൽ അവർ കൊടുത്ത ഫീഡ്ബാക്ക് എന്തായിരുന്നു, മനസ്സിലായോ? അപ്പോൾ നമുക്കങ്ങനെ പ്രോപ്പറായിട്ട് ആ ഒരു ഏത് ഏരിയയാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് ഈ ഒരു ഡിഫക്റ്റ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ റെപ്രസെൻറ്റേഷൻ വഴി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയയും, അതുപോലെ തന്നെ നമുക്ക് എന്ത് സൊല്യൂഷനാണ് ഇതിന് കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് തേർഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഫോർത്ത്, ഇംപ്രൂവ്. Based on the analysis, interventions are implemented to address the root causes and improve the process. This could involve standardizing procedures, implementing new technologies or redesigning workflows. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ഇൻ്റർവെൻഷൻ കിട്ടി, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് ഇംപ്രൂവ് ചെയ്യേണ്ടോ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്തെടുക്കുക. ടു അഡ്രസ് ദ റൂട്ട് കോസസ് ആൻഡ് ഇംപ്രൂവ് ദ പ്രോസസ്. നമ്മൾ കറക്റ്റ് കാരണങ്ങൾ കണ്ടുപിടിച്ചു, എന്തുകൊണ്ടാണ്, ഏത് ഏരിയ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, എത്ര ഇയേഴ്സായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദിസ് കുഡ് ഇൻവോൾവ് സ്റ്റാൻഡർഡൈസിങ് പ്രൊസീജിയേഴ്സ്, ഇംപ്ലിമെൻറ്റിംഗ് ന്യൂ ടെക്നോളജീസ് ഓർ റീഡിസൈനിങ് വർക്ക് ഫ്ലോസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പുതിയൊരു സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സ്റ്റാൻഡർഡൈസിങ് പ്രൊസീജിയേഴ്സ്, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റിംഗ് ന്യൂ ടെക്നോളജീസ്. നമുക്കിപ്പോൾ ഓൾഡ് നമ്മൾ യൂസ് ചെയ്തിരുന്ന ആ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ അന്ന് യൂസ് ചെയ്തിരുന്ന ആ ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഈ ഒരു പുതിയ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ ടൂൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അത് നമ്മൾ പുതിയൊരെണ്ണം
ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ടെക്നോളജീസ് നമ്മൾ എന്ത് ചെയ്യുക, പുതിയത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ റീഡിസൈനിങ് വർക്ക് ഫ്ലോ, നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തൊരു ഫ്ലോ ഉണ്ടായിരുന്നു, ഒരു വർക്കിംഗ് കൾച്ചർ ഉണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ ഇങ്ങനെ പോയപ്പോൾ അത് ഓക്കെ ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അത് റീഡിസൈനിങ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, പണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് ഈ ഹോസ്പിറ്റലിൽ ഒരു 4 നേഴ്സ് മതി നൈറ്റ് ഡ്യൂട്ടിക്ക്. പക്ഷേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി അങ്ങനെ 4 നേഴ്സസിനെ വെച്ച് പോകുന്ന ടൈമിലാണ് ഈ ഇഷ്യൂസൊക്കെ വന്നു. പേഷ്യൻസിന് പ്രോപ്പറായിട്ട് അവർ വിചാരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് നൈറ്റിൽ കൊടുക്കാൻ. അപ്പം നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് വരുന്ന പേഷ്യൻസാണ് കൂടുതൽ കംപ്ലയിൻറ്റ്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ഏത് ഏരിയ ഫോക്കസ് ചെയ്യണത്, നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു നൈറ്റ് ടൈമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ 24 hours ആണ്. അപ്പോൾ ആ നൈറ്റ് ടൈമിൽ ഉള്ള സിസ്റ്റേഴ്സിനെ, നമ്പർ ഓഫ് സിസ്റ്റേഴ്സ്, അവരുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുക. ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടുക. ബാക്കി ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആളുകൾ നൈറ്റ് ഉള്ളത് അവിടെ എല്ലാം അവരുടെ എണ്ണം കൂട്ടുക. അല്ലെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുക, റീഡിസൈൻ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഈ വർക്ക് ഫ്ലോയും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് റീഡിസൈൻ ചെയ്യേണ്ടവരാണെന്ന്, റീസ്ട്രക്ചർ ചെയ്യേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇംപ്രൂവ് എന്ന് പറയുന്ന ഈ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ വരുന്നത്. അപ്പോൾ അതാണ് 4th സ്റ്റെപ്പ്. ഇനി നമുക്ക് 2 steps ഉണ്ട്. 5th one കൺട്രോൾ ആണ്. വൺസ് ഇംപ്രൂവ്മെൻറ്റ്സ് ആർ മെയ്ഡ്, കൺട്രോൾസ് ആർ പുട്ട് ഇൻ പ്ലേസ് ടു സസ്റ്റൈൻ ദ ഗെയിൻസ് achieved. This involves establishing monitoring systems, creating standardized protocols, and providing ongoing training and supports to staff. കൺട്രോൾ പറയുമ്പോൾ വൺസ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നു, ആളുകൾ ഇതെല്ലാം ആളുകളിലേക്ക് ഇത് കൊടുക്കണം. പേഷ്യൻസ് നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ, അവർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നു. നമ്മുടെ വർക്ക് ഫ്ലോ നമ്മൾ റീഡിസൈൻ ചെയ്തു. അതുപോലെ പുതിയ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് നമ്മൾ ഒരുപാട് ഹയർ ചെയ്തു, സിസ്റ്റേഴ്സിനെ ഹയർ ചെയ്തു. ബാക്കി പ്രൊസീജിയർ ചെയ്യുന്ന ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ആളുകളെ ഹയർ ചെയ്തു. ഇതെല്ലാം നമ്മൾ ചെയ്തു. പക്ഷേ ഇതവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിലേക്ക് ഇതെങ്ങനെ നമ്മൾ ചെയ്യണം എന്നൊരു ഇൻഫർമേഷൻ എത്തിച്ചില്ല, അല്ലെങ്കിൽ അവരെ കറക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യില്ല, പേഷ്യൻസിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് പ്രോട്ടോകോൾസ്, പുതിയ പ്രോട്ടോകോൾസ്, നമ്മുടെ ഓൾറെഡി ഉള്ള പ്രോട്ടോകോൾസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക. ഇവിടുത്തെ പ്രോട്ടോകോൾ ഇങ്ങനെയാണ്, അതനുസരിച്ചുള്ള വർക്ക് നിങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ട്രെയിനിങ്ങും സപ്പോർട്ടും ആർക്ക് കൊടുക്കുക, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിലേക്ക് നമ്മൾ എത്തിക്കുക. അവർക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് കൊടുക്കുക. എന്താണ് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് കൾച്ചർ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു മന്ത്ലി ഒരു മീറ്റിംഗ്, ഒരു എല്ലാവരെയും ഒരുമിച്ചിട്ടുള്ളൊരു മീറ്റിങ്ങും കാര്യങ്ങളും, ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണ്, ഇതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇനി കൊണ്ടുവരേണ്ടത്. ഒരു പേഷ്യൻസിന് വരുമ്പോൾ, ഒരു പേഷ്യൻ്റ് ഈ ഒരു കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും സപ്പോർട്ടും കൊടുത്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള നമ്മൾ 6 Sigma മെത്തേഡ് വഴി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരുപാട് റൂൾസ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത പുതിയ സൊല്യൂഷൻസ്, ഡിസിഷൻസ് ഒക്കെ അവരിലേക്കും എത്തുള്ളൂ. അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് കൺട്രോൾ. അതായത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടോ അത് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടോ ഒന്നും ആയിട്ടില്ല. നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്താൽ മാത്രമേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് 6th one and last, verify. Finally, the results of the improvements are verified through data analysis and ongoing monitoring. This ensures that the desired outcomes are achieved and maintained over time. ഇതിൽ പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ കൺട്രോളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വെരിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഈ ഒരു 6 Sigma മെത്തേഡ് വഴി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ് അതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ, അതിൻ്റെ റിസൾട്ട് നമുക്ക് വരുന്നുണ്ടോ, നമ്മൾ എന്ത് ചെയ്യുക, ഓരോ 6 months കഴിയുമ്പോഴും അതിൻ്റെ ഡാറ്റ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വെച്ച് നോക്കിയപ്പോൾ ഒരു 6 months മുമ്പ് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ഇപ്പം നമുക്ക് അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടോ, നമ്പർ ഓഫ് പേഷ്യൻസ് കൂടിയിട്ടുണ്ടോ, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള കംപ്ലയിൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ഈ അപ്ലൈ ചെയ്തതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, വിജയിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് ഉറപ്പ് വരാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങൾ വെച്ച് നമ്മളിത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.0034% താഴെ വന്ന മാത്രമാണ് ദർ ഈസ് നോ ഡിഫക്റ്റ് എന്ന് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ട്, വീണ്ടും അവിടെ നമുക്ക് എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പുതിയ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇതൊന്നും കൂടി നമ്മൾ ആദ്യം മുതലേ നമ്മളിത് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് പുതിയ
സൊല്യൂഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഈ ഒരു വെരിഫൈ എന്ന് പറഞ്ഞ ഈ സ്റ്റേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ 6 സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഏത് ഫേം ആണെങ്കിലും നമ്മൾ വീക്കായി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്ലാനിൽ നിന്ന് നമ്മൾ ഡിവേറ്റ് ആയത് തോന്നുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അനലൈസ് ചെയ്തിട്ട് ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്ത് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. Overall, Six Sigma in healthcare provides a structured approach to continuous quality improvement, ultimately leading to better patient care, increased efficiency and reduced cost. Six Sigma കുറിച്ച് ഓവറോൾ പറയുമ്പോൾ എന്താണ്, കണ്ടിന്യൂസ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മുടെ ക്വാളിറ്റി, ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 6 സിഗ്മ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു ബെറ്റർ പേഷ്യൻറ്റ് കെയർ, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. എഫിഷ്യൻ്റ് ആയിട്ട് എഫിഷ്യൻറ്റ്, അതായത് വരുന്ന എല്ലാ പേഷ്യൻസിനും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ അവർ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് അവരെ കെയർ ചെയ്യാൻ സാധിക്കും. പിന്നെ മാക്സിമം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഇതുവഴി സാധിക്കും. ഇറ്റ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓൺഗോയിങ് പ്രോസസ് ഒപ്റ്റിമൈസേഷൻ ടു ഡ്രൈവ് സസ്റ്റൈനബിൾ ചേഞ്ച്. അതുപോലെ തന്നെ എന്താണ് ക്വിക്കായിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ, പെട്ടെന്നുള്ള ഡിസിഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് ഫ്ലോയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ നമ്മൾ എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം, ഇത്തരത്തിലുള്ള ഓൺഗോയിങ് പ്രോസസ്സാണ്. നമുക്ക് ഒരിക്കലും ഹോസ്പിറ്റലിൽ അടച്ചിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ആദ്യം മുതൽ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം, ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്ന അതേ വർക്ക് ഫ്ലോയിൽ തന്നെ വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ അതിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന ചലഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന വഴി ഏറെക്കുറെ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചേഞ്ചിനെ നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ടോട്ടലി നമ്മൾ 6 സിഗ്മ എന്ന് പറയുമ്പോൾ, അതായത് ഒരു 6 സ്റ്റെപ്സ് ആണ്. ഈ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുന്ന വഴി നമുക്കിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫേം ഒന്ന് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 6 സിഗ്മ മെത്തേഡ് അപ്ലൈ ചെയ്തത് വഴി നമുക്കതിനെ ഉയർത്തിക്കൊണ്ട് വരാൻ റീജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് 6 സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.